2026 ഏപ്രിൽ 12 സിറാജ് എഡിറ്റോറിയൽ. തീവ്ര ഉഷ്ണതരംഗം പ്രകൃതിയുടെ അപായ സൂചന. പച്ചപ്പിന്റെ നാടായ കേരളം ഇന്ന് ഉഷ്ണതരംഗത്തിന്റെ പിടിയിലാണ്. ഓരോ വർഷവും ഉഷ്ണത്തിന്റെ തീവ്രത വൻതോതിൽ വർദ്ധിച്ചു വരുന്നു. മലയോര മേഖലയിലൊഴികെ കടുത്ത അസ്വസ്ഥതയുളവാക്കുന്ന കാലാവസ്ഥയാണുള്ളത്. അടുത്ത ദിവസങ്ങളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൂട് വർദ്ധിക്കുമ്പോൾ മുൻകരുതലിന് നിർദ്ദേശം നൽകുന്നതിനപ്പുറം നേരത്തെ സുഖകരമായ കാലാവസ്ഥയായിരുന്ന കേരളത്തിന് എന്തുകൊണ്ട് ഈ ഗതി വന്നുവെന്ന കാര്യത്തിൽ കാര്യക്ഷമമായ പഠനവും നടപടികളും ആവശ്യമാണ്. കേരളത്തിന്റെ പ്രത്യേക ഭൂഘടനയാണ് സ്ഥിതി ഇത്ര സങ്കീർണമാക്കുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അറബിക്കടലിനോട് ചേർന്ന സംസ്ഥാനമായതിനാൽ അതിന്റെ പ്രതിഫലനം സംസ്ഥാനത്ത് നേരിട്ട് അനുഭവപ്പെടുന്നു. കടൽ ചൂടാകുമ്പോൾ നീരാവി അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുകയും വായുവിലെ ഈർപ്പം വർദ്ധിക്കുകയും ചെയ്യും. ഈർപ്പം കൂടുമ്പോൾ വിയർപ്പ് ഉണങ്ങാൻ താമസമെടുക്കും. ഇത് ശരീരത്തിന് യഥാർത്ഥ താപനിലയേക്കാൾ ചൂട് അനുഭവപ്പെടാൻ ഇടയാക്കും. 37 ഡിഗ്രി താപനില പോലും 45 ഡിഗ്രി പോലെ അനുഭവപ്പെടും. പ്രകൃതി പ്രതിഭാസമെന്നതിനൊപ്പം മനുഷ്യകരങ്ങൾക്കുമുണ്ട് ഇക്കാര്യത്തിൽ പങ്ക്. കണ്ണീർത്തടങ്ങൾ നികത്തിയും കാടുകൾ വെട്ടിത്തെളിച്ചും വികസനത്തിന്റെ പാതകൾ വെട്ടുമ്പോൾ പ്രകൃതിയുടെ സ്വാഭാവികമായ ശീതീകരണ സംവിധാനം നശിക്കുന്നു. കൃഷിയിടങ്ങൾ മാത്രമല്ല, ജലസംഭരണികൾ കൂടിയാണ് വയലുകൾ. അന്തരീക്ഷത്തിലെ ചൂട് ആഗിരണം ചെയ്യുന്നതിലും ഭൂഗർഭ ജലനിരപ്പ് നിലനിർത്തുന്നതിലും വയലുകൾക്ക് വലിയ പങ്കുണ്ട്. എൽ നിനോ, ഭൂമധ്യരേഖയുടെ മധ്യകിഴക്ക് പസഫിക് സമുദ്രോപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസം പോലുള്ള അന്താരാഷ്ട്ര ഘടകങ്ങളും ഉഷ്ണവർധന ശക്തമാക്കുന്നു. കോൺക്രീറ്റ് കെട്ടിടങ്ങളും ടാർ റോഡുകളും ചൂട് ആഗിരണം ചെയ്ത് പുറത്തുവിടുന്നതാണ് രാത്രികാലങ്ങളിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ മറ്റൊരു കാരണം. വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡും എയർ കണ്ടീഷണർ പുറത്തുവിടുന്ന ചൂടും കൂടി ചേരുമ്പോൾ വറചട്ടിയായി മാറുകയാണ് കേരളം. ഈ ഘടകങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ പരിസ്ഥിതി പ്രശ്നത്തിനപ്പുറം ഇതൊരു സാമൂഹികവും സാമ്പത്തികവും ആരോഗ്യപരവുമായ പ്രതിസന്ധിയായി രൂപപ്പെടുന്നു. വൈദ്യുതി ഉപയോഗം കുത്തനെ വർദ്ധിക്കുന്നു. ജലക്ഷാമം രൂപപ്പെടുന്നു. സമയം പുനഃക്രമീകരിക്കേണ്ടി വരുന്നതിനാൽ തൊഴിലാളികളുടെ ജോലി സമയം കുറയുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് പ്രയാസം അനുഭവപ്പെടുന്നു. മഴയുടെ രീതിയിൽ വന്ന മാറ്റമാണ് മറ്റൊരു പ്രശ്നം. കൃത്യമായ ഇടവേളകളിൽ ലഭിച്ചിരുന്ന മഴയായിരുന്നു കേരളത്തിന്റെ കാലാവസ്ഥ സന്തുലിതാവസ്ഥ നിലനിർത്തിയിരുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ ഇടമഴ അന്തരീക്ഷത്തിലെ ചൂട് കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. സമീപകാലങ്ങളിൽ വേനൽ മഴ നന്നേ കുറയുകയോ ഒറ്റപ്പെട്ട മഴയായി പരിമിതപ്പെടുകയോ ചെയ്യുകയാണ്. ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മഴയുടെ വിതരണത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നുവെന്നാണ്. അതായത് പെയ്യേണ്ട സമയത്ത് പെയ്യാതിരിക്കുകയും പെയ്യുമ്പോൾ പ്രളയസമാനമായ മഴ ലഭിക്കുകയും ചെയ്യുന്നു. മഴയിലെ അളവിലും കുറവ് സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായ മഴ ലഭിക്കാത്തത് മണ്ണിന്റെ ഈർപ്പം ഇല്ലാതാക്കും. വരണ്ട മണ്ണ് ചൂടിനെ പ്രതിഫലിപ്പിക്കുകയും അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യും. വരൾച്ചയും കടുത്ത ഉഷ്ണതരംഗവും ഒരേ സമയം പിടിമുറുക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ കാലാവസ്ഥ മാറിയിരിക്കുന്നുവെന്ന് ഈ വർഷം പുറത്തുവന്ന പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതിശക്തമായ മഴ വർഷിക്കുകയും പെട്ടെന്ന് തന്നെ ആകാശം തെളിയുകയും ചെയ്യുന്ന രീതി സംസ്ഥാനത്ത് ഇപ്പോൾ പതിവാണ്. പെട്ടെന്ന് പെയ്യുന്ന അതിശക്തമായ മഴ ഭൂമിയിലേക്ക് ഇറങ്ങാതെ ഒലിച്ചു പോകുന്നതിനാൽ അന്തരീക്ഷം തണുപ്പിക്കുന്നതിനു പകരം ഉഷ്ണതരംഗം രൂക്ഷമാക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായ ഇടവേളകളിൽ ലഭിക്കുന്ന മിതമായ മഴയ്ക്ക് മാത്രമേ ഉഷ്ണതരംഗത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനാകുകയുള്ളൂ. മഴയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം കേരളത്തിലെ പ്രകൃതിദത്തമായ ശീതീകരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തിയിരിക്കുന്നുവെന്ന വസ്തുതയിലേക്കാണ് പഠന റിപ്പോർട്ടുകളെല്ലാം വിരൽ ചൂണ്ടുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുമ്പോൾ മാത്രം ജാഗ്രത പാലിക്കുന്ന രീതി അവസാനിപ്പിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമഗ്ര പദ്ധതികൾ സ്വീകരിക്കുകയാണ് ഇതിന് പരിഹാരം. കുളങ്ങളും ജലാശയങ്ങളും പുനരുദ്ധീകരിക്കുകയും മഴവെള്ള സംഭരണം നിർബന്ധമാക്കുകയും വേണം. ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുക വഴി ഭൂമിയുടെ താപനില കുറയ്ക്കണം. സൗരോർജം പോലുള്ള പുനരുപയോഗ പ്രവർത്തന സ്രോതസ്സുകളിലേക്ക് മാറുകയും പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. പ്രകൃതി സംരക്ഷണം അതീവ പ്രാധാന്യമർഹിക്കുന്നതും നിലനിൽപ്പിന്റെ പോരാട്ടവുമാണെന്ന് ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തെ ധൈര്യപ്പെടുത്തുകയും വേണം. പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള വികസനത്തിന് വലിയ വില നൽകേണ്ടി വരും.